വയനാട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായ ആളുകൾക്ക് ജാതിമത ഭേദമില്ലാതെ സീറോ മലബാർ സഭയും കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും ചേർന്ന് സഹായത്തിനെത്തിച്ചേരുമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വ്യക്തമാക്കി. ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് മേഖല സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അർഹരായ ആളുകൾക്ക് സഹായം നൽകുന്നതിന് ജാതിയോ മതമോ തടസ്സമാകില്ല. KCBCയുടെ നേതൃത്വത്തിൽ വയനാട് വിലങ്ങാട് മേഖലകളിൽ 100 വീടുകൾ നിർമ്മിച്ചു നൽകും. അതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. മറ്റൊരു ഏജൻസിയെയും ഏൽപ്പിക്കാതെ സഭയുടെ കീഴിലുള്ള സംവിധാനങ്ങളെ ഉപയോഗിച്ച് കുറ്റമറ്റ വീടുകൾ നിർമ്മിച്ചു നൽകും. മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ ദുരിതബാധിതരുടെ ആവശ്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. നാം കുറെ കൂടി ഒന്നാകണമെന്ന സന്ദേശമാണ് പ്രകൃതി ദുരന്തങ്ങൾ നൽകുന്നത്. ദുരന്തമുണ്ടായപ്പോൾ എല്ലാ വിഭാഗീയതകളും മറന്ന് മനുഷ്യർ ഒന്നായി. ദുരന്തമില്ലാത്ത അവസ്ഥയിലും നമുക്ക് ഒന്നാകാൻ കഴിയണമെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. ജൂലൈ 30-നാണ് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായത്. ദുരന്തത്തിൽ 18 കുടുംബങ്ങൾക്ക് വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. 80ഓളം വീടുകൾക്ക് ഭാഗികമായി കേടുപാട് സംഭവിച്ചു. 4 കടകൾ നശിച്ചു. ദുരന്തത്തിൽ മഞ്ഞച്ചീളി സ്വദേശിയും മുൻ അധ്യാപകനുമായ കുളത്തിങ്കൽ മാത്യു മരിച്ചിരുന്നു. 2 ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് മാത്യുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മറ്റൊരു ഏജൻസിയിലെയും അത് ഏൽപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് കൂടുതൽ ഞങ്ങൾക്ക് തന്നെ മേൽനോട്ടം വഹിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു വിശ്വാസം. ഈ പ്രകൃതി ദുരന്തം നമുക്ക് സമ്മാനിച്ച ദുരന്തങ്ങൾ വളരെ വലുതാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ദുരന്തങ്ങളുടെ മുഖത്ത് മനുഷ്യ മനസ്സുള്ള എല്ലാവരും ജാതിയും മതവും രാഷ്ട്രീയമൊക്കെ മറന്ന് ഒരു കുടുംബമായിട്ട് തീർന്നു. ഒരുപക്ഷെ ഈ ദുരന്തം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പലപ്പോഴും നമ്മൾ കുറേ കൂടെ ഒന്നിച്ച് ദൈവത്തോട് സഹകരിക്കണം, മൂല്യങ്ങളോട് സഹകരിക്കണം എന്നുള്ളതാണ്. ഇവിടുന്ന് വീരമൃത്യു വരിച്ച മാത്യു മാഷിനെ കുറിച്ചുള്ള ഓർമ്മ, ഞാൻ അദ്ദേഹത്തെ കാണുന്നത് സഹോദരങ്ങളെ സഹായിക്കുന്ന ഉദ്യമത്തിലെ ധീരരക്തസാക്ഷിത്വം വഹിച്ച ഒരു ധീര പോരാളിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഒരുപാട് ആദരവോടുകൂടെ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അതുപോലെ ഈ നാട്ടിലെ സർവ്വ മനുഷ്യര്, ഞാൻ അച്ഛനോടൊക്കെ സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു, എല്ലാ വിഭാഗീയതകളും മറന്ന് മനുഷ്യ ഒന്നായ ഒരു നിമിഷമായിരുന്നു ഈ ദുരന്തത്തിന് ശേഷം ഇവിടെ നടന്നത്. അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഇങ്ങനെ ദുരന്തം വന്നതിന് ശേഷം അങ്ങനെ ഒന്നാകുന്നതിന് നമുക്ക് കഴിയുന്നുണ്ടെങ്കിലേ ദുരന്തമില്ലാത്ത അവസ്ഥയിലും നമുക്കങ്ങനെ ഒന്നായിട്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയണമെന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന സന്മനസ്കരായിട്ടുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമുക്കുള്ളതിലൊരു ഓഹരി ഈ ദുരന്തം വിതച്ച വലിയ വിപത്തിലെ ബലിയാടുകളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനത്തിലെ നിങ്ങൾ സന്നദ്ധതയോടുകൂടെ സഹകരിക്കണമെന്നുള്ളതാണ്. സഭയോട് ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ഞാൻ ഒരു നിർബന്ധവും പിടിക്കുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും സഭയോടുകൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ സ്വീകരിക്കാൻ സന്തോഷമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട സന്നദ്ധ സമൂഹങ്ങളുമായിട്ട് അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളത് മുന്നോട്ട് വരണം. ഈ പ്രകൃതി ദുരന്തം ഒരു നിമിഷം കൊണ്ട് സംഭവിച്ചൊരു വലിയ ദുരന്തമാണ്. പക്ഷെ മറ്റൊരു നിമിഷത്തിൽ നമ്മുടെ സന്മനസ് കൊണ്ട് നമുക്കതിനെ പുനരുദ്ധരിക്കാൻ കഴിയും എന്നുള്ളൊരു വലിയ, ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ കാണാൻ വന്ന ആൾക്കൂട്ടം തന്നെ സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ